അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാ സൺഡേ എഡിഷൻ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ലോങ് വീഡിയോ ഇടുമ്പം പറയും മിനി വ്ളോഗാ എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു ഇച്ചിരി ലോങ് ആട്ടോ. സാധാരണ നമ്മൾ ഇടുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ലോങ്ങാണ്. പിന്നെ ഞാൻ കുറേ അതിലേ പറയുന്നു അന്ന് വാങ്ങിയ ചെടി കാണിച്ചു തരാമെന്നുള്ളത്. അപ്പം ഇന്ന് എന്തായാലും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ അന്ന് വാങ്ങിയതാട്ടോ. ഈ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അന്ന് വാങ്ങിയതാണ്. ഇത് പിന്നെ മുന്നേ ഇവിടെ ഉള്ളത്, അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ. അപ്പം അതിന് ആ നഴ്സറിൻ്റെ ഒരു ഷോർട്സ് ഞാൻ ഇതിനെ മുന്നേ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾ പിന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം കേട്ടോ. ആ ക്ലിപ്പ് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ എന്താ എല്ലാവരും ചെടികളൊക്കെ എന്നത് കണ്ടുവരി, എന്നിട്ട് നമുക്ക് നോക്കി സംസാരിക്കാം. ഓക്കെ. പിന്നെ സൺഡേ സ്പെഷ്യൽ കപ്പ ബിരിയാണി ആട്ടോ. അപ്പം ഇവർ രാവിലെ തന്നെ പോയിട്ട് ബീഫൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അതിൻ്റെ പരിപാടിയില്ല. അതായത് അച്ഛൻ, അമ്മ, അച്ചമ്മയൊക്കെ. ഞാനപ്പം വിചാരിച്ചെന്നാൽ വേഗം ദോശ ചൂടാന്നുള്ളത്. ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം. അതായത് ഞാൻ ഷോർട്സ് ഇടലുണ്ടല്ലോ, അത് കാണുന്നവരാണെങ്കിൽ അറിയാം. ഞങ്ങൾ അധികവും ഇവിടെ റാഗി ദോശ ആയിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അരിദോശ കഴിക്കൂല, ഇഷ്ടമല്ലേ ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഒരു ഹെൽത്തി ഓപ്ഷനാണല്ലോ. അപ്പം അധികം ഇത് അതായത് ഇതിന് ഞാൻ വീട്ടിലുണ്ടാക്കുക. പിന്നെ അപ്പോഴത്തേക്ക് ഇവിടെ ബീഫൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. ഞങ്ങളിന്ന് പുറത്ത് നിന്നാട്ടോ ഉണ്ടാക്കിയത്. ബീഫ് കുറേ നേരം ഇരുന്ന് വേവണമല്ലോ. അപ്പം കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു രസം ഉണ്ടാവില്ല. അപ്പം വേവിച്ചെടുക്കാന്ന് പറയുമ്പോൾ അടുപ്പത്ത് വെക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റാണല്ലോ. അപ്പോൾ ഒന്ന് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി സെറ്റാക്കി എടുക്കുക. ഇതുണ്ടോ, നല്ല തിളച്ച് നിൽക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കണ്ടിട്ട് വയലിൽ വെള്ളം വരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കാന്നുള്ളത്. അനിയത്തിൻ്റെ മുകളിൽ വൃത്തിയാക്കാൻ തുടങ്ങിയിട്ട് താഴെ ഞാൻ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് റൂമും കൂടി ഒന്ന് വൃത്തിയാക്കാതെ കഴിഞ്ഞല്ലോ. അങ്ങനെ ഇതാണെങ്കിൽ ടൈം ലാപ്സിൽ ഇട്ടെടുത്തതിനെ കൊണ്ട് ഷടപടയെന്ന് പറഞ്ഞ പരിപാടി ചെയ്യും, കാണാൻ വേഗം കഴിയും. പക്ഷേ സമയം കുറച്ച് എടുത്തിട്ടോ ചെയ്യുന്നേ. അങ്ങനെ റൂമിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ താഴത്തെത്തി. താഴെത്തിയപ്പം എന്തെന്ന് വെച്ചാൽ ഞാൻ ടൈം ലാപ്സിലിട്ട് കുറേ നേരം വീഡിയോ കട്ട് ചെയ്യാണ്ടിട്ടേനെ കൊണ്ട് ഞാനൊരു 3/4 മണിക്കൂർ എടുത്ത പണി ഇതെല്ലാം കൂടി കട്ടാക്കി 23 സെക്കൻഡിൽ അത് കാണിക്കുന്നത്. പിന്നെ ഇത് പണി പകുതിയായപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കുറച്ച് റിലേറ്റീവ്സ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ വീഡിയോ അങ്ങ് കട്ട് ചെയ്ത് ബാക്കി അങ്ങ് ക്ലീനാക്കി. ഓരോ മുന്നിൽ നിന്ന് അങ്ങനെ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ കപ്പ ബിരിയാണി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി കപ്പ ബിരിയാണി. അടിപൊളി. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം ഏട്ടൻ വന്നേ. ഏട്ടൻ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മൂപ്പരും കഴിച്ച് പിന്നെ അവർക്ക് ഡോക്ടറെ കാണിക്കാൻ പോകണ്ടായിരുന്നു അച്ഛമ്മേനെ. അപ്പോൾ അച്ഛമ്മയും ഏട്ടനും കൂടെ അതിന് പോയി. അപ്പോഴത്തേക്ക് ഞങ്ങളെ ഇത് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഈ അടുക്കള ഫുൾ ക്ലീൻ ചെയ്യണം. മീൻസ് കഴുകൽ ഓള് കേൾക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ഈ സ്ലാബൊക്കെ തുടച്ച് ക്ലീനാക്കി കേൾക്കാനുള്ള പാത്രങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടെടുത്താലൊക്കെ മതി. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളാണെങ്കിൽ ആ ചിമ്മിനി യൂസ് ചെയ്തിട്ട് കുറേ അടുപ്പിൽ അതിൽ ഗ്യാസ് ഫില്ല് ചെയ്യില്ല. അതിനെക്കൊണ്ട് തന്നെ അത് ഉപയോഗിച്ചിട്ട് കുറേ. അപ്പോൾ ഞാൻ കേടായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം അതും വർക്ക് ചെയ്യിപ്പിച്ചിട്ടു. നമ്മൾ വർക്ക് ചെയ്യാതിരുന്നാൽ കേടായി പോവല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട്
പിന്നെ ആണെങ്കിൽ ഇത് ശരിക്കും നമ്മുടെ അടുപ്പില്ലേ അതിൻ്റെ സ്ഥലമാണ്. പക്ഷേങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ മുകളിൽ ഷീറ്റിട്ട സമയത്ത് അതിൻ്റെ പുകക്കോയിൽ ആ ഷീറ്റിൻ്റെ ഉള്ളിലായിപ്പോയി. അപ്പോൾ പുകയായിട്ട് ഷീറ്റ് വേഗം കേടുന്നു എന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇപ്പോൾ അടുപ്പ് യൂസ് ചെയ്യലില്ല. അപ്പോൾ ഇത് നമുക്ക് വീട്ടുകൂടലിന് ഗിഫ്റ്റ് കിട്ടിയൊരു ഗ്യാസായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വെച്ചതിന് ശേഷം കുക്കിംഗ് ഫുള്ള് ഇതില്ല. അതിനെക്കൊണ്ട് അപ്പം മറ്റത് തീരെ ഉപയോഗിക്കാത്തേ. നമ്മൾ രണ്ടാളും കൂടി ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് വൈബടിച്ച് ഇങ്ങനെ പണിയെടുക്കായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു വന്നിട്ടുണ്ട്. പണിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കുറച്ചും കൂടി ആ ജനലും കൂടി ഒന്ന് വൃത്തിയാക്കാനൊക്കെ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേറെ 1-2 സ്ഥലത്ത് പോകാനുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേഗം പുറപ്പെട്ടിറങ്ങണം. ഞാനും കൂടി പുറപ്പെട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും റെഡിയാണല്ലോ. അമ്മമ്മ വരുമ്പോഴത്തേക്ക് റെഡിയുണ്ട്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ആഫ്റ്റർ ബിഫോർ ഓർമ്മല്ലേ. ഇനിയിപ്പോൾ എന്താ, ഇനി കുറച്ച് പാത്രം കേൾക്കാനും കൂടെ ഉള്ളൂ. അതുകൊണ്ട് കേൾക്കാൻ പറ്റുന്നത് ഞാൻ വേഗം പോയി റെഡിയായി. എന്നിട്ട് നമ്മൾ ഇറങ്ങിട്ടോ. അപ്പോൾ ഇത് അവിടുന്ന് കണ്ട അക്വേറിയമാണ്. നല്ല രസമല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുന്ന് വരുന്ന വഴിക്കാൻ നമ്മൾ ഇവിടെ പൂങ്കാവനത്ത് പോയത്. നമുക്ക് കുറച്ച് ചട്ടി വാങ്ങാണ്ടായിരുന്നു കേട്ടോ, അതിന് വേണ്ടി പോയതാണ്. പിന്നെ ആമ്പൽ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, അതും വാങ്ങി. അപ്പോൾ അവിടെ ഉള്ളതാട്ടോ ഈ മീൻ. അപ്പോൾ ഞാനിങ്ങനെ കൈ ആക്കുമ്പോൾ നിങ്ങൾ തീറ്റയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി അടുത്ത് വന്നിട്ടേ. അപ്പോൾ അടുത്ത ഏട്ടൻ പറഞ്ഞ് കൈ ഇട്ട് നോക്കാൻ വേണ്ടി. അതെനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങ് ഇട്ടു. അയ്യോ എന്ത് രസമറിയോ, ഇതിങ്ങളിങ്ങനെ നമ്മളെ വിരളില്ലേ ഇങ്ങനെ കൊത്തും, ഇങ്ങനെ ആക്കും. അയ്യോ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ നേരം ഇങ്ങനെ ആക്കി. അപ്പോൾ ഒന്നേന് ശേഷം അമ്മമ്മേനോട് ആക്കി വെക്കാൻ പറഞ്ഞു കേട്ടോ. അമ്മമ്മ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടപ്പോൾ അവരിങ്ങനെ കയ്യിൽ വരുമല്ലോ. എന്നിട്ട് കൈ ഒരൊറ്റ പൊക്കല്ല, രണ്ടെണ്ണത്തിന് കയ്യിൽ വെച്ചിട്ട് വികൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ. പിന്നെ ഞങ്ങൾ ഏത് അമ്പലാറിയോ ഈ അമ്പലാണ് വാങ്ങിയത്. നല്ല രസമല്ലേ, അത് വാങ്ങി. പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് ഇവിടെ ചട്ടി നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അത് വാങ്ങി. പിന്നെ ഒരു പീസ് ലില്ലി വാങ്ങി. പിന്നെ റോസാപ്പൂ വാങ്ങി. പിന്നെ മറ്റേതുണ്ടല്ലോ നിത്യകല്യാണി, അത് 100 രൂപയ്ക്ക് 3 എണ്ണം. അപ്പോൾ 2 എണ്ണം 70 അങ്ങനെ വാങ്ങിട്ടോ. ഇത് എവിടെയാ വെച്ചാൽ പറമ്പിൽ ബസാറാണ്. പറമ്പിൽ ബസാർ കോഴിക്കോട് പറമ്പിൽ ബസാറിൽ പൂങ്കാവനം എന്ന് പറഞ്ഞിട്ടുള്ള നഴ്സറി. ആരെങ്കിലും കോഴിക്കോട് ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാൻ കേട്ടോ. നിങ്ങളെ വീട്ടിലിങ്ങനെ ഗാർഡനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് അവിടെ. പിന്നെ നാളെ ഞങ്ങൾ പോയതിനെക്കാട്ടിലും പിന്നെ ഒരു കൊണ്ടുവന്നിട്ടുമുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് റേറ്റ് ഭയങ്കര കുറവാണ്. അതായത് നമ്മളിന്ന് രാവിലെ ഈ സെയിം ചട്ടി നരിക്കുനി ചോദിച്ചു നോക്കിയ സമയത്ത് 120 രൂപയാണ്. അതും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പെയിൻ്റ് അടിക്കണം. ഇവിടെ നിന്നാണെങ്കിൽ 40 രൂപയ്ക്ക് കിട്ടും. നല്ല ലാഭമല്ല. അപ്പം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാണ്ട് കേട്ടോ. നല്ല വിലക്കുറവിൽ സാധനം കിട്ടും. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തൊക്കെയാണ് വാങ്ങിയെന്ന് പറഞ്ഞുതരാവേ. ഒരാമ്പൽ വാങ്ങി, ഇതിന് 300 രൂപ. പിന്നെ ഒരു റോസാപ്പൂവ്, ഇതിന് എത്രയായിരുന്നു, 100 രൂപയായിരുന്നു തോന്നുന്നു. പിന്നെ പീസ് ലില്ലിക്ക് 250 രൂപ. പിന്നെ നിത്യകല്യാണി ഞാൻ പറഞ്ഞല്ലോ, അത് 3 എണ്ണത്തിന് 100, 2 എണ്ണം 70 രൂപയ്ക്ക് തന്നു. പിന്നെ 8 ചട്ടി വാങ്ങി, ഒന്നിന് 40 രൂപ കേട്ടോ. അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയേ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അതൊരിക്കും ടാറ്റാ ബൈ സീ യു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ശരി.